മലപ്പുറം കാളികാവിൽ വന്യജീവി ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ടുവെന്ന വാർത്ത നേരത്തെ വന്നു. കാളികാവ് കല്ലാമൂല സ്വദേശി ഗഫൂറാണ് മരിച്ചത്. കടുവ ആക്രമിച്ചു എന്നാണ് ഗഫൂറിനൊപ്പം ഉണ്ടായിരുന്ന ആൾ പറഞ്ഞതെന്ന് തോട്ടമുടമ നസീർ 24 പറഞ്ഞു. വിപിൻ സി വിജയൻ ഈ സംഭവ സ്ഥലത്ത് നിന്ന് കാളികാവിൽ നിന്ന് ചേരുകയാണ്. വിപിൻ, നമുക്ക് എന്തൊക്കെയാണ് വിവരം ലഭിച്ചത്? ആദ്യം പുലിയാണെന്ന് വന്നു, ഇപ്പോൾ കടുവയാണെന്നാണോ സ്ഥിരീകരണം? അതെ SKN, ഇപ്പോൾ ഇത് കടുവ ആക്രമിച്ചു എന്നുള്ള രീതിക്കാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഞാൻ നിൽക്കുന്നത് ഈ പാറശ്ശേരിയിലാണ്. ഇതിന് ഏകദേശം 500 മീറ്റർ മുകളിലായിട്ടാണ്, അതായത് ഈ കാണുന്ന റബ്ബർ തോട്ടത്തിന് തൊട്ടപ്പുറത്ത് വെച്ചാണ് ഈ കടുവ ആക്രമിച്ച് കല്ലാമൂല സ്വദേശി ഗഫൂർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ DFO എത്തിയിട്ടുണ്ട്. സൗത്ത് DFO ധനിക് ലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തിയിരിക്കുന്നു. അവിടെ നിന്നും മൃതദേഹം ഇവിടെ പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടാണ് നാട്ടുകാർ എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ പ്രദേശത്ത് കാണാം, ആ 500 മീറ്റർ അവിടെ നിന്നും മൃതദേഹം കൊണ്ടുവന്നാൽ ഈ പ്രദേശത്ത് വെച്ച് തടയും. ഇതിലൊരു തീരുമാനമുണ്ടായതിനു ശേഷം, ഈ വന്യമൃഗശല്യം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഒരു തീരുമാനമുണ്ടായതിനു ശേഷം മാത്രമേ മൃതദേഹം ഈ പ്രദേശത്ത് നിന്ന് കൊണ്ടുപോകുകയുള്ളൂ എന്നൊരു നിലപാടാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇതാ ഇപ്പോൾ ഫോറസ്റ്റിന്റെ വനംവകുപ്പിന്റെ വാഹനങ്ങളുണ്ട്. ഒപ്പം തന്നെ ഈ മൃതദേഹം കൊണ്ടുപോകാനുള്ള ആംബുലൻസ് ഉൾപ്പെടെയുള്ളവ എത്തിയിട്ടുണ്ട്. നാട്ടുകാരും ഒരു ശക്തമായ പ്രതിഷേധത്തിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഇന്ന് രാവിലെ ഏകദേശം 6 മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. നസീർ എന്നുള്ളയാളുടെ റബ്ബർ തോട്ടത്തിൽ ടാപ്പിങ്ങിന് പോയിട്ടുള്ള 2 തൊഴിലാളികളിൽ ഗഫൂർ എന്ന തൊഴിലാളിയെയാണ് ഇപ്പോൾ കടുവ പിടികൂടിയിരിക്കുന്നത്. ഈ റബ്ബർ തോട്ടത്തിന് 200 മീറ്റർ അകലെ വെച്ചാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. മൃതദേഹത്തിന്റെ ഒരു കൈയും അതുപോലെ തന്നെ ദേഹത്തിലെ ചില ഭാഗങ്ങളൊക്കെ ഈ കടുവ തിന്ന നിലയിലാണ് എന്നുള്ളതാണ് ഈ നസീർ നമ്മോടൊപ്പോൾ അല്പസമയം മുൻപ് പ്രതികരിച്ചത്.